ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നൊരു ന്യൂസ് പേപ്പർ ഫ്ലവർ വേസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ഞാനൊരു ന്യൂസ് പേപ്പർ എടുത്തു. അതിനൊരു റീഫിലറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടോ നമുക്ക് ആദ്യം അതിനൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ റൊട്ടേറ്റ് ചെയ്തെടുക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം. കാരണം ഈ റൊട്ടേഷൻ നല്ല ഫേമായിട്ട് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഫ്ലവർ വേസിന് അത് ഭംഗി ഉണ്ടാവില്ല. കാരണം കുറച്ചു നേരം കഴിയുമ്പോൾ ആ പേപ്പേഴ്സൊക്കെ വിട്ടു പോകാൻ തുടങ്ങും, നമ്മൾ ഉറച്ചിരിക്കില്ല. അതുകൊണ്ട് ശരിക്കും ഫേമായിട്ട് തന്നെ നമ്മളത് റൊട്ടേറ്റ് ചെയ്തെടുക്കണം. റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ആ ബാക്കി വരുന്ന ഭാഗത്ത് കുറച്ച് ഗമ്മ് തേച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റിക്ക് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ബാക്കിയുള്ള ന്യൂസ് പേപ്പർ സ്റ്റിക്സ് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവർ വേസിൻ്റെ ബേസ് ഉണ്ടാക്കാം. അപ്പോൾ ബേസിന് വേണ്ടിയിട്ട് നമ്മളൊരു വീലിൻ്റെ ആകൃതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഈ പേപ്പർ കാണുന്ന പോലെ ഓരോ സ്റ്റിക്ക് എടുത്ത് ഇങ്ങനെ മടക്കി 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 ഒരു വീലിൻ്റെ ആകൃതിയിലാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ വീലിൻ്റെ ആകൃതി ആക്കുമ്പോൾ ഇടയിൽ ഒട്ടും ഗ്യാപ്പ് ഇല്ലാണ്ടിരിക്കണം. കാരണം ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോകും. കാരണം ആ ഫേം ആയിട്ടിരിക്കുന്നതിലാണ് നമ്മുടെ ഫ്ലവർ വേസിൻ്റെ ആ ഒരു ഭംഗി ഇരിക്കുന്നത്. ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് മടക്കിയെടുക്കുക. അപ്പോൾ ഒരു പേപ്പർ റൊട്ടേറ്റ് ചെയ്തിട്ട് സ്റ്റിക്ക് ഞാൻ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു സ്റ്റിക്കിൻ്റെ അറ്റത്ത് കുറച്ച് ഗമ്മ് തേച്ചതിന് ശേഷം ബാക്കിയുള്ള സ്റ്റിക്കുകളോട് ചേർത്ത് നമുക്ക് ആവശ്യമുള്ള ആകൃതിയിൽ ആവശ്യമുള്ള ലെങ്ത്തിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. സോ ഞാനിവിടെ ഒരു ബേസ്മെൻ്റ് ആക്കി എടുത്തിട്ടുണ്ട്. വീൽസ് മൊത്തം റൊട്ടേറ്റ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി ഓരോ സ്റ്റിക്കും ഓരോ വീൽസ് ആക്കി എടുക്കാം. ഇപ്പോൾ ബേസ്മെൻറ്റ് മാത്രം ആക്കിയിട്ടുള്ളൂ. ഇനി ഓരോരോ വീൽസ് ആക്കി നമ്മൾ നമ്മുടെ ഡിസൈനിന് വേണ്ടി ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു വീൽ റെഡിയായി. ബാക്കി വീൽസും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ. ഇനി നമുക്കിതിനെ പെയിൻറ് ചെയ്യണം. അപ്പം ഞാനിതിൽ കുറച്ച് ഫെവിക്കോളും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ആക്രിലിക് പെയിൻറ് ആഡ് ചെയ്യാണ്. ബ്രൗൺ കളറ് ആഡ് ചെയ്യാണ്. അപ്പോൾ ഈ ഗമ്മും വെള്ളവും കളറും കൂടി മിക്സ് ചെയ്യുന്നത് നമ്മുടെ ഈ വീൽസിൻ്റെ ഓരോ പാർട്ട് ഉണ്ടല്ലോ, ഓരോ റൊട്ടേഷൻ ഉണ്ടല്ലോ, ആ റൊട്ടേഷൻസ് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പശ വെച്ച് തേച്ച് കഴിയുമ്പോൾ അത് കുറച്ച് ഒട്ടിയിരുന്നോളും. അപ്പം നമ്മൾ പിടിക്കുന്നതിനനുസരിച്ചിട്ട് അത് വിട്ടു പോരില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗമ്മും വെള്ളവും കൂടി ഈ കളറിൻ്റെ ഒപ്പം മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി പെയിൻറ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഒരു മരത്തിൻ്റെ രീതിയിൽ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്രൗൺ കളർ തന്നെ എടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. രണ്ട് സൈഡും കളേഴ്സ് ശരിക്കും അപ്ലൈ ചെയ്യാം. ഗ്യാപ്പിലൊക്കെ ശരിക്കും ഫില്ല് ചെയ്യണം. ഇപ്പം 2-3 കോട്ടിങ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ആ ന്യൂസ് പേപ്പറിൻ്റെ ഇഫക്റ്റ്, ന്യൂസ് പേപ്പറിൻ്റെ ആ ഒരു പ്രിൻ്റ് ഒന്നും പുറത്തേക്ക് കാണില്ല. ഇപ്പം ഞാനിവിടെ മൊത്തം കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡും കളർ ചെയ്തു. ചെറിയ വീൽസ് ഉണ്ടായിരുന്നതും കളർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബേസ്മെൻറ്റിലേക്ക് ഈ ഓരോ വീൽസ് നമുക്ക് ഗമ്മ് ചെയ്ത് ഒട്ടിച്ചു വെക്കാം. അപ്പം ഞാനിവിടെ റൗണ്ട് തന്നെ രീതിയിൽ തന്നെ ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്വയർ ആയിട്ടോ റെക്റ്റാങ്കിൾ ആയിട്ടോ നമുക്കിതിൽ സെറ്റ് ചെയ്യാം. ഈ ചെറിയ വീൽസ് സ്ക്വയർ ആയിട്ടോ റെക്റ്റാങ്കിൾ ആയിട്ടോ അങ്ങോട്ട് സെറ്റ് ചെയ്താൽ മതിയാവും. അങ്ങനെ ഓരോ പെറ്റൽസ്, ഓരോ വീൽസ് എടുത്ത് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇടയിലും കൂടി അങ്ങനെ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഫേമായിട്ട് നിന്നോളും. അപ്പോൾ ബാക്കിയെല്ലാം ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഒരു റൗണ്ട് എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. കണ്ടോ,
എല്ലാം ശരിക്കും ഒട്ടിയിട്ടൊക്കെ ഉണ്ട്, വിട്ടു പോരുന്നൊന്നുമില്ല. പിന്നെ അതിനുശേഷം അതിന് മുകളിലും കൂടി നമുക്ക് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള വീൽസ് എടുത്തു. അതും ഇത് ഓരോന്നിൻ്റെ മുകളിൽ, ഓരോ വീൽസിൻ്റെ മുകളിൽ ഓരോ വീൽസ് എന്ന രീതിയിൽ ചെയ്തു കൊടുക്കാം. അങ്ങനെ ഫേമായിട്ട് വെക്കുന്ന രീതിയിൽ ഓരോന്ന് സ്റ്റിക്ക് ചെയ്ത് അത് ഉണങ്ങിയതിന് ശേഷം അടുത്തത് ചെയ്താലും മതി. ന്യൂസ് പേപ്പർ ആയതുകൊണ്ട് പെട്ടെന്ന് ഒട്ടിക്കോളും. അപ്പോൾ സെക്കൻഡ് റൗണ്ടും കൂടി കഴിഞ്ഞു. കണ്ടോ, എല്ലാം ശരിക്കും ഒട്ടിയിട്ടൊക്കെ ഉണ്ട്. ബേസ്മെൻറ്റും ഇതുമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു കൂടാരം പോലെ ചെയ്യാം. അപ്പോൾ അതിനൊരു ചെറിയ പാത്രം എടുത്തു. അപ്പോൾ ഈ പാത്രം ഇതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ആ വട്ടം ഒഴിഞ്ഞ കിടക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു വട്ടത്തിൽ, അതായത് ഇപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ആ വട്ടം പുറത്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഫ്ലവർ വേസിൻ്റെ ഫ്ലവേഴ്സൊക്കെ വെക്കാനുള്ള സ്പേസായി. അപ്പോൾ ഈ ഒരു പാത്രത്തിന് ചുറ്റും നേരത്തെ പോലെ തന്നെ ഓരോ ന്യൂസ് പേപ്പർ സ്റ്റിക്സും വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ഇതും ഫേമായിട്ട് തന്നെ ഇരിക്കണം. ഓരോ സ്റ്റിക്ക് തീർന്നു കഴിയുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് ലെങ്ത്തിന് ഓരോ സ്റ്റിക്കും ആഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇപ്പോൾ നമ്മളൊരു കൂടാരം പോലെ കുറച്ച് പൊങ്ങിയിരിക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പേപ്പറിൻ്റെ ഒരു വശം ഇങ്ങനെ താഴ്ത്തി കൊടുക്കുക. ആ ഒരു അപ്ലിഫ്റ്റ് തോന്നാൻ വേണ്ടി അങ്ങനെ പൊക്കി കൊടുക്കുമ്പോൾ ദേ കണ്ടോ, നമ്മുടെ ഒരു ടോപ്പ് ശരിയായിട്ടുണ്ട്. ടോപ്പ് ശരിയായി. ഇനി ഇതിനെ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കണം. ഉള്ളിലെല്ലാം ശരിക്കും പെയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതോ നമ്മുടെ പെയിൻറ്റ് ചെയ്ത് ടോപ്പും റെഡി ആയിട്ടുണ്ട്. കണ്ടോ, എല്ലാം ഉണങ്ങി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലവർ വേസിൻ്റെ മുകളിൽ ഈ ടോപ്പ് അങ്ങോട്ട് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. സോ ടോപ്പും കൂടി ഉണങ്ങിയിട്ടുണ്ട്, എല്ലാം സെറ്റായി. കണ്ടോ, ഇപ്പോൾ ഒരു ശരിക്കും ഫ്ലവർ വേസ് ആയില്ലേ. പിന്നെ ഇത് ഒന്നും കൂടി നമുക്കൊന്ന് ബ്യൂട്ടിഫൈ ചെയ്യാം. അപ്പോൾ അതിന് ഞാനൊരു സിൽവർ ആക്രിലിക് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഓരോ വീൽസിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. അധികമൊന്നും വേണ്ട, കുറച്ചെടുത്തിട്ട് അങ്ങ് സ്പ്രെഡായിട്ടുള്ള രീതിയിൽ ഒരു ഗ്ലിറ്ററിങ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓരോ വീൽസിലും ചെയ്തെടുക്കാം. ടോപ്പിലും കൂടി ചെയ്തെടുക്കാം. അവിടെ എൻ്റെ വീൽസൊക്കെ ഗ്യാപ്പൊന്നുമില്ല. ഗ്യാപ്പ് ഇല്ലാത്തതാണ് അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ബ്ലാക്ക് മൊത്തം പെയിൻറ്റ് ചെയ്തിട്ട് ഗോൾഡൻ കളർ ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താലും നല്ലതാണ്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തു, മൊത്തത്തിൽ റബ്ബ് ചെയ്തിട്ടുണ്ട്, മുകളിലും കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 3D ഔട്ട്ലൈനർ എടുത്തിട്ടുണ്ട്, ഗ്രീൻ കളറാണ്. പിന്നെ അത് നമുക്ക് വീൽസിൻ്റെയൊക്കെ സെൻറ്ററിൽ കംപ്ലീറ്റ് ചെയ്യാം, പേസ്റ്റ് ചെയ്യാം. ഈ ബ്യൂട്ടിഫൈ ചെയ്യുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ സെൻറ്ററിൽ വീലിൻ്റെ സെൻറ്ററിൽ നമുക്ക് വേണമെങ്കിൽ മിററോ അല്ലെങ്കിൽ കുറച്ച് വലിപ്പമുള്ള ബീഡ്സ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് പ്ലേസ് ചെയ്യാം.
പിന്നെ ആ വീൽസും ടോപ്പും ചേരുന്ന ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് മിറർ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഓരോരുത്തരുടെയും ഐഡിയക്ക് അനുസരിച്ചിട്ട് നമുക്കിതിനെ ബ്യൂട്ടിഫൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. കണ്ടോ, എൻ്റെ 3D ഔട്ട്ലൈനറും എല്ലാം ഉണങ്ങിയിട്ടുണ്ട്, എല്ലാം സെറ്റായി. സോ നമ്മുടെ ഫ്ലവർ വേസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് നീളമുള്ള രീതിയിൽ എന്തെങ്കിലും ഫ്ലവേഴ്സ് വയ്ക്കുന്നതായിരിക്കും ഇതിലെ ഭംഗി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അതും ഫോളോ ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.